അതേപോലെ തന്നെ അഭിമാനിക്കുകയും ചെയ്യുന്നതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകോദര സഹോദരന്മാരായി നമ്മൾ ജീവിച്ചു പോന്നു. ഖിയാമത്ത് വരെ ഈ സഹോദരവും സ്നേഹയോടെ ഉണ്ടാവണം. ഈ സാഹോദര്യം സ്നേഹയോടെ ഉണ്ടാവണം. ഈ പള്ളി നമുക്കറിയാം. ഈ പള്ളിയിൽ നിന്ന് 5 വക്ത് നിസ്കരിച്ച് പുറത്തിറങ്ങുന്ന 5 വക്ത് സലാം വീട്ടിയിട്ട് ഒരു വിശ്വാസി ഉടനെ അവൻ വിളിച്ചു പറയുന്നത് അല്ലാഹുമ്മ അൻതസ്സലാം വമിൻകസ്സലാം വഇലൈക യർജിഉസ്സലാം ഹയ്യിനാ റബ്ബനാ ബിസ്സലാം. അല്ലാഹുവേ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം, ലോകത്ത് സമാധാനമുള്ള അന്തരീക്ഷം, നീയാണ് സമാധാനം, നിന്നിൽ നിന്നാണ് പീസ്ഫുൾ, നിന്നിലേക്കാണ് സമാധാനം. ഈ മന്ത്രദ്വാരം വിളിച്ചു പറയുന്ന ഒരു മുസൽമാന് തന്റെ ഹൈന്ദവ സഹോദരനോട് ഒരു ഇഷ്ടത്തിലൂടെ തീർച്ചയായിട്ടും ആ രീതിയിൽ അഭിമുഖീകരിക്കാൻ കഴിയില്ല. നമ്മുടെ തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ വിളിച്ചു പറയുന്ന ഓം ശാന്തി മന്ത്രങ്ങൾ, ആ മന്ത്രങ്ങൾ നെഞ്ചകത്ത് സ്വീകരിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, അവർ വിശ്വസിക്കുന്ന രാമായണം നമുക്കറിയാം, വാൽമീകി രാമായണം നമുക്കറിയാം. ആ വാൽമീകി രാമായണത്തിന്റെ അതിന്റെ രചയിതാവിന്റെ ജീവിത രീതികൾ പരിശോധിച്ചാൽ അറിയാം. അന്യായമായ രീതിയിൽ ഒരു കൗഞ്ച പക്ഷികളെ വേട്ടയാടാൻ ശ്രമിക്കുന്ന വേടന്റെ കൈപിടിച്ച് മാനുഷാദ പ്രതിഷ്ഠാന്ത അഥവാ ശാശ്വതീസമാണ് മോഹിതം കാമമോഹത്താൽ ഇലയടിക്കാൻ പോകുന്ന കൗഞ്ച പക്ഷികൾ ഒന്നിനെ വേട്ടയാടാൻ പോകുന്ന വേടന്റെ കൈപിടിച്ച് മാനുഷാദ പാടിയ വാൽമീകിയുടെ രാമായണത്തിന്റെ നിരവധി കാണ്ഡങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിം സഹോദരന് തീർച്ചയായിട്ടും ഒരു മുസൽമാന് നേരെ അസൂയയോടുകൂടിയോ അസ്പൃശ്യതയോടുകൂടിയോ നോക്കാൻ കഴിയില്ല. അതേപോലെ തന്നെപ്പോലെ തന്റെ അയൽവാസിയും കാണണമെന്ന യോഹന്നാൻ വിവരങ്ങള്, അതേപോലെ മാർക്കോസിന്റെ ബഹുമാനപ്പെട്ട ജീസസിന്റെ ആ സന്ദേശം ഉൾക്കൊള്ളുന്ന ക്രൈസ്തവരായ സഹോദരങ്ങൾക്ക് തീർച്ചയായിട്ടും മുസ്ലിമായ അല്ലെങ്കിൽ ഹിന്ദുവായ സഹോദരങ്ങളെ ഒരിക്കലും അസ്പൃശ്യതയോടെ വീക്ഷിക്കാൻ കഴിയില്ല. എല്ലമല എന്ന് പറയപ്പെടുന്ന പ്രദേശം ഇതിന്റെ അപ്പുറത്ത് നമ്മളൊക്കെ സ്വായത്തമാക്കിയ പാരമ്പര്യമായി സ്വായത്തമാക്കിയ ഒരു സ്നേഹ ഭൂമികയിലാണ് ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ഇതിന്റെ വലുപ്പവും മഹത്വവും മനസ്സിലാക്കണമെങ്കിൽ വേൾഡ് തലങ്ങളിൽ ചലനങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ കഴിയും. വേൾഡ് തലങ്ങളിൽ മനുഷ്യനായി കാണാൻ കഴിയാത്ത അവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മനുഷ്യനായി കാണാൻ കഴിയാത്ത അവസ്ഥ. തീർച്ചയായിട്ടും മാനവികതയാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളും പഠിപ്പിച്ചത്. മാനവികതയാണ്. ഹൈന്ദവരുടെ മുനിമാരുടെ ഹിന്ദുമതവും, അതേപോലെ ജീസസിന്റെ ക്രിസ്തുമതവും, വർദ്ധമാന മഹാവീരന്റെ ജൈനമതവും, ഗൗതമബുദ്ധന്റെ ബുദ്ധമതവും, ചൈനയിലെ കൺഫ്യൂഷൻ കൊണ്ട് കൺഫ്യൂഷൻ മതവും, അതേപോലെ പരിശുദ്ധ അല്ലാഹുവിന്റെ ഇസ്ലാം മതവും എല്ലാം മാനവികതയിൽ വലിയ സന്ദേശങ്ങളാണ് വിളിച്ചു പറഞ്ഞത്. പരിശുദ്ധമായ കാബ ശരീഫിനെ ഇട്ടേച്ചുകൊണ്ട് ഹിജ്റ എന്ന സംഭവം പലായനം സംഭവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാബ ശരീഫിനോട് വിട പറഞ്ഞ് മദീനയിലേക്ക് പലായനം ചെയ്യുമ്പോൾ ആ കാബയിൽ കയറി 2 റക്അത്ത് നിസ്കരിക്കാനുള്ള വലിയ അഭിനിവേശം. ആ സമയത്ത് കാബ ചുറ്റിയിട്ട് കാബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരനായ ഉസ്മാൻ ഇബ്നു തൽഹ വിളിച്ചു പറയുന്നുണ്ട്, നിങ്ങൾ എനിക്ക് കാബയുടെ താക്കോൽ ഒന്ന് തരുമോ? എന്തിനാണ് കാബയുടെ താക്കോൽ? ആ കാബ ഷരീഫ് ഒന്ന് തുറന്നതിന്റെ ഉള്ളൊന്ന് കാണാൻ വേണ്ടി. ആ സമയത്ത് അന്ന് കാബ ഷരീഫിന്റെ താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്ന ഖുറൈശിയെ പ്രമുഖനായ ഉസ്മാൻ ഇബ്നു തൽഹ മുഹമ്മദ് നബിയോട് പറഞ്ഞത് ഒരിക്കലും തരൂലില്ല എന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. ഈപ്പനായി തിരിച്ചയച്ചു. അല്ലാഹുവിന്റെ ഹബീബ വേദന സഹിച്ചുകൊണ്ട് പിന്നീട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. പലായനത്തിന്റെ 8ാം വർഷം യോമുൽ ഫത്ഹ്, മക്കം പിന്നീട് വിജയമായി. 8 വർഷത്തിന് ശേഷം പിന്നീട് മക്ക വിജയിച്ചു. 8 ആണ്ടിന് ശേഷം വൈജയന്തി പരത്തി ഏറ്റവും വലിയ അധികാര സോപാനത്തോച്ചയെ തേരിലേറിക്കൊണ്ട് തിരിച്ചു വന്നപ്പോ ആ സമയത്ത് കാബ ശരീഫിന് ചുറ്റും ഒരുമിച്ച് കൂടിയിട്ടുള്ള ആയിരക്കണക്കായ ആളുകൾ വളരെ നിർഭയരായിട്ട് യാതൊരു പ്രശ്നവും വേവലാതിയുമില്ല. തങ്ങളെ ഒരുപാട് ക്രൂരമായി പീഡിപ്പിച്ച, തങ്ങൾക്ക് നേരെ നീചമായ ചെയ്തികൾ ചെയ്ത അന്നത്തെ ശത്രുക്കൾ ആലില പോലെ വിറക്കുന്ന സമയം. കാരണം തങ്ങൾ ചെയ്തു കൂട്ടിയ ക്രൂരമായ പീഡനങ്ങൾക്ക് തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന ന്യായമായ ഭയം. പക്ഷേ അല്ലാഹുവിന്റെ ഹബീബ് അവരോട് പറഞ്ഞത് നിങ്ങളോട് ആരോടും യാതൊരു പ്രതികാരവുമില്ല, നിങ്ങൾ ചെയ്തതിന് തിരിച്ചൊന്നുമേ ചെയ്യുന്നില്ല. ഈ മാനവികതയുടെ അപ്പോസ്തലൻ അല്ലാഹുവിന്റെ ഹബീബ് ഈ സന്ദേശം പ്രായോഗികമായി കാണിച്ചു കൊടുക്കുകയായിരുന്നു. മാത്രമല്ല കാബ ശരീഫിന്റെ താക്കോൽ
സൂക്ഷിപ്പുകാരനായ അന്നത്തെയും സൂക്ഷിപ്പുകാരൻ ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് താക്കോല് വാങ്ങി ഉസ്മാൻ ഇബ്നു ത്വൽഹ ഉറക്കുകയാണ്. 8 വർഷങ്ങൾക്കപ്പുറത്ത് ഈ കാബയുടെ ഉള്ളിൽ ഒന്ന് കാണട്ടെ എന്ന് ചോദിച്ചപ്പോ അനുവാദം കൊടുക്കാത്തതിന്റെ പേരിൽ അധികാര സ്ഥാനത്തിലേറെ ഈ ഘട്ടത്തിൽ എനിക്ക് നേരെ പ്രതികാര നടപടി ഉണ്ടാകുമോ എന്ന് പേടിച്ചിരിക്കുമ്പോ ഉസ്മാൻ ഇബ്നു അബീ ത്വൽഹ ഭയം നിറച്ച് താക്കോല് കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് കാബ ശരീഫ് തുറന്നു. കാബയുടെ ഉള്ളിൽ കയറി 2 റക്അത്ത് നിസ്കരിച്ചു. എല്ലാം ശുദ്ധീകരിച്ചു. കാബ ശരീഫ് പൂട്ടിയിട്ട് വീണ്ടും ഉസ്മാൻ ഇബ്നു ത്വൽഹയെ വിളിച്ചിട്ട് ഇതാ നിങ്ങളുടെ താക്കോൽ നിങ്ങളെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നു. ഒരു ഘട്ടത്തിൽ തന്നെ ഇലപ്പനും ഞെന്നിനുമായി തിരിച്ചയച്ച ആളോട് എല്ലാവിധ സ്വാധീനത്തോടുകൂടി കടന്നു വന്നപ്പോഴും ഒരിക്കലും പ്രതികാരമില്ലാതെ ആ കാബ ശരീഫിന്റെ താക്കോൽ നിങ്ങൾ തന്നെ ഇനിയും സൂക്ഷിച്ചോളൂ, നിങ്ങൾ പാരമ്പര്യം തന്നെ സൂക്ഷിച്ചോളൂ എന്ന് പറഞ്ഞ് അല്ലാഹുവിന്റെ ഹബീബ് ഏറ്റവും വലിയ മാനവികതയുടെ മകുടോദാഹരണം അവിടെയും പ്രാവർത്തികമാക്കിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതിയുണ്ട്. നമ്മൾ അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ആ അനുഭവിക്കുന്ന സുഖത്തിന്റെ വലുപ്പം അറിയണമെങ്കിൽ ഇതിനപ്പുറത്തുള്ള പ്രദേശങ്ങളിൽ പോകണം. ആദ്യമായിട്ട് നാസിസ്റ്റ് ജർമ്മനിയിലെ അഡോൾഫ് ഹിറ്റ്ലർ കൊണ്ടുവന്ന ഒന്നാണ് സ്റ്റാർ ഓഫ് ഡേവിഡ് എന്ന് പറയുന്ന എല്ലാ ജൂതന്മാരായ ആളുകൾ തങ്ങളുടെ സ്ഥാപനത്തിൽ പേരുകൾ എഴുതി വെക്കണം. എന്തിന്? ജൂതന്മാരെയും അല്ലാത്തവരെയും വേർതിരിച്ചറിഞ്ഞിട്ട് ജൂതന്മാര് ഹോൾ ഓഫ് കോസ്റ്റ് എന്ന രീതിയിൽ എല്ലാവരെയും സമൂലമായി നാശം വരുത്താൻ വേണ്ടി. അതേ തിയറിയാണ് ഇന്ത്യ രാജ്യത്തിലെ UP ഭരിക്കുന്ന, അതേപോലെ ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ. ഈ 2 സർക്കാരുകളും പുതിയ ഭേദഗതികൾ ഈ കഴിഞ്ഞ ദിവസം കൊണ്ടുവന്നത്. സുപ്രീം കോടതി പോലും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് നിയമ ഭേദഗതി കൊണ്ടുവന്നത്. ഓരോ ആളുകളുടെ സ്ഥാപനത്തിന്റെ മുകളിൽ പേരുകളും ആ മാനേജ്മെന്റിന്റെ പേരും തൊഴിലാളികളുടെ പേരും എഴുതി വെക്കണം. എന്തിനു വേണ്ടിയാണ് എഴുതി വെക്കുന്നത്? ന്യൂനപക്ഷങ്ങളായ ആളുകൾക്ക് നേരെ എത്രയും പെട്ടെന്ന് കടന്നാക്രമണം നടത്താനുള്ള സൗകര്യത്തിന് വേണ്ടി. തീർച്ചയായിട്ടും ഇത്തരം സർക്കാരുകൾ ഈ ജുഗ്സാവഹമായ ഈ സമീപനത്തിൽ നിന്ന് പിന്നാലെ മാത്രമല്ല, നിങ്ങൾ കടന്നു വരൂ ഇത്തരം കുഗ്രാമങ്ങളിലേക്ക്. മഹാത്മാഗാന്ധി സ്വപ്നം കണ്ട ഒരു ഇന്ത്യയുണ്ട്. ഗാന്ധിജി സ്വപ്നം കണ്ട ഒരു ഇന്ത്യ. അത് ഇന്ത്യ രാജ്യത്ത് 100 കണക്കിന് ഗ്രാമങ്ങളുണ്ടെങ്കിൽ ആ ഗ്രാമങ്ങളിലേക്ക് ഗാന്ധിജി സ്വപ്നം കണ്ട ഇന്ത്യയെ പുനഃസ്ഥാപിക്കണമോ? നിങ്ങൾക്ക് കടന്നു വരാം. എല്ലമല എന്ന ഈ പ്രദേശത്ത്, പെരിയശോല എന്ന പ്രദേശം, ഈ പരിസരത്തുള്ള പ്രദേശങ്ങൾ, ഈ പ്രദേശങ്ങളിലേക്ക് നിങ്ങൾ കടന്നു വരൂ. ഇവിടുത്തെ മനുഷ്യൻ മാനവികതയെ നെഞ്ചകത്തേറ്റി മാനവികത എങ്ങനെയാണ് എന്ന് സംരക്ഷിക്കാൻ ആരുടെയും പ്രേരണയില്ലാതെ, ഒരാളുടെയും മോട്ടിവേഷൻ ഇല്ലാതെ സ്വയം സന്നദ്ധരായിട്ട് ഇത്തരം നന്മകൾ മുഴുവനും ഏറ്റെടുക്കുന്ന രീതി. തീർച്ചയായിട്ടും ഇതുകൊണ്ട് തന്നെയാണ് പ്രവാചക ദർശനങ്ങൾ ഹൈന്ദവ പുരാണങ്ങൾ പരിശോധിച്ചാൽ അറിയാം. അതേപോലെ തന്നെ ജീസസിന്റെ സുവാർത്തകൾ പരിശോധിച്ചാലൊക്കെ അറിയാം. പ്രവാചകന്റെ ആഗമനെ സംബന്ധിച്ച് പോലും പറയുന്നുണ്ട്. ആചാര്യേണ സമന്വിത മഹാമദൈരിക്യാദ ശിഷ്യശാഖാ സമന്വിതം ത്രിപാന്തേജ മഹാദേവ മരുസ്ഥല നിവാസിനം ഈ രീതിയിൽ നമുക്കറിയാം ഹൈന്ദവ വേദഗ്രന്ഥങ്ങൾ, ഭവിഷ്യപുരാണങ്ങളിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ ആഗമനത്തെ സംബന്ധിച്ചുള്ള മുന്നറിയിപ്പ്. എന്തിനു വേണ്ടിയാണ്? പ്രവാചകൻ ഈ ലോകത്തിന്റെ മാർഗദർശിതയാണ് എന്നുള്ള ഏറ്റവും വലിയ സന്ദേശം. ഒറ്റക്കാരും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇത് മാന്യ സഹോദരങ്ങളെ, ജീവിതം എന്ന് വെച്ചാൽ ഇതൊക്കെയാണ്. ഇതാണ് സത്യത്തിൽ പീസ്ഫുൾ, ഇതാണ് രസം, ഇതാണ് ജീവിതം. നിങ്ങൾ ഇതിനപ്പുറത്തൊരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, ഇതിനപ്പുറത്തൊരു ത്രില്ലുണ്ടെന്ന് മനസ്സിലാക്കുന്നുവെങ്കിൽ, വില്യം സ്മിത്ത് ഓസ്കാർ അവാർഡ് സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തി. ലോകം മുഴുവനും ആ പ്രഭാഷണം ശ്രമിച്ചു. എത്രയോ പ്രഭാഷണമുള്ളൂ എന്നറിയോ? ഒരൊറ്റ വാക്ക് മാത്രമാണ് അദ്ദേഹത്തിന്റെ പ്രഭാഷണം. ലോകം മുഴുവനും വൈറലായി. ഒരൊറ്റ വാക്കുള്ള പ്രഭാഷണം വില്യം സ്മിത്ത് ആ പ്രഭാഷണം നടത്തി. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞു? ദ പീസ്, ജീവിതത്തിന്റെ പീസ് എന്ന് വെച്ചാൽ പീസ് എന്ന് വെച്ചാൽ ഹാപ്പിനെസ് ഈസ് പീസ് നോട്ട് പ്ലഷർ. ഈ ഒരൊറ്റ വാക്കാണ് അദ്ദേഹം പ്രഭാഷണം നടത്തിയത്. ഹാപ്പിനെസ് ഈസ്, തീർച്ചയായിട്ടും ജീവിതത്തിന്റെ സന്തോഷം എന്ന് വെച്ചാൽ അത് പീസ്, യഥാർത്ഥത്തിലുള്ള സമാധാനമാണ്. നോട്ട് പ്ലഷർ. നിങ്ങൾ താൽക്കാലികമായി ഉണ്ടാക്കുന്ന സമാധാനമുണ്ട്. ഇത് നമ്മൾ അനുഭവിക്കുന്ന മനസ്സിന്റെ കുളിര് നോക്കൂ. ഞാൻ ഇത്തരം നബിദിന പരിപാടിയിൽ ഈ വർഷം പലതിലും പങ്കെടുത്തതാണ്. പക്ഷെ എന്തോ അറിയില്ല, ഈ പരിപാടി പോലെ ഇതിനേക്കാൾ പരിചനങ്ങൾ ഉണ്ടാവാം, വാദകോഹാലങ്ങളും അതേപോലെ തന്നെ ഭോക്തകണ്ഠങ്ങൾ ഉണ്ടാവാം. പക്ഷെ ഇതിനോളം എന്റെ മനസ്സിനെ തൊട്ട, എന്റെ മനസ്സിനെ ഹൃദയഹാരിയാക്കിയ പരിപാടിയിൽ ഒന്നിനും ഞാൻ പങ്കെടുത്തിട്ടില്ല. അഥവാ ഹാപ്പിനെസ് ഈസ് പീസ്,
ജീവിതം എന്ന് വെച്ചാൽ, സന്തോഷം എന്ന് വെച്ചാൽ യഥാർത്ഥ സമാധാനമാണ്. ഒരു ഹൈന്ദവനായ ആൾ അവന് സൗകര്യപ്പെടുന്ന രീതിയിൽ അവന്റെ അമ്പലങ്ങളിൽ കുറിതൊട്ട് ദൈവത്തെ നമിക്കുന്ന ഒരു സമാധാനമുണ്ട്. ഒരു ക്രൈസ്തവനായ ആൾ ഞായറാഴ്ചകളിൽ അവന്റെ പള്ളിയിൽ ചെന്ന് അവന്റേതായ രീതിയിൽ കർമ്മങ്ങൾ യഹോവയെ വിളിച്ച് പ്രാർത്ഥിച്ച് നടത്തുന്ന ആ രീതിയിൽ ഒരു സമാധാനമുണ്ട്. 5 നേരം പള്ളിയിൽ നിന്ന് വിളിക്കുമ്പോൾ അവിടെ ചെന്ന് ഹാജരായിട്ട് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഈ രീതിയിൽ എല്ലാവരും സംഗമിച്ച് ഒരുമിച്ച് കൂടി കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ദാറ്റ് ഈസ് എ ഹാപ്പിനെസ്. അതാണ് സത്യത്തിൽ സന്തോഷം. നോട്ട് പ്രഷർ. ഒരിക്കലും താൽക്കാലികമായി നിങ്ങൾ ഉണ്ടാക്കുന്ന ചിലതുണ്ട്, ഡ്രിങ്കിന്, അതേപോലെ ഡ്രഗ്സിന് അടിമയായിട്ട്. അതൊക്കെ എന്റെ മാന്യ സഹോദരങ്ങള്, എന്റെ യുവ സുഹൃത്തുക്കൾ, അത് ജീവിതത്തിന്റെ യഥാർത്ഥ രസമല്ല. നിങ്ങള് ഡ്രഗ്സാണ് ഈ ലോകത്തിന്റെ ഏറ്റവും വലിയ ഭീഷണി. മദ്യവും മയക്കുമരുന്നവന്റെ ഭീഷണി അത് ഈ രാജ്യത്തെ ക്രാന്ന് തിന്നുന്നു എന്നുള്ളത് ന്യായമായി ഭയപ്പെടേണ്ട സംഗതിയാണ്. മനസ്സിലാക്കുക, അതല്ല യഥാർത്ഥത്തിലെ ജീവിത രസം കേട്ടോ, അതല്ല ജീവിത ഹാപ്പിനെസ് ഈസ് പീസ്. ഇത് ഞാനല്ല പറഞ്ഞത്, ഇത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല പറഞ്ഞത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മദ്യപാനിയെ സംബന്ധിച്ച് പറഞ്ഞത്, ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്, ലഹരി ഉപയോഗിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞത്, ADM അടക്കമുള്ള വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഉപയോഗിക്കുന്ന ആളെ പറ്റി പറഞ്ഞത് മുസൽമാൻ അല്ല എന്നല്ല പറഞ്ഞത്. മുസൽമാൻ അല്ല എന്നല്ല പറഞ്ഞത്, മനുഷ്യനല്ല എന്നാ പറഞ്ഞത്. മനുഷ്യനല്ല, അള്ളാഹു കൊടുത്ത ബുദ്ധി, ദൈവം നൽകിയ വരദാനമാണ് ബുദ്ധി. ഈ ബുദ്ധിയെ നശിപ്പിക്കുന്ന രീതിയിൽ മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത്, അത് സത്യത്തിൽ അത് ഉപയോഗിക്കുന്ന ആളുകള് ആദ്യം മനുഷ്യനാവണം. എന്നിട്ടാണ് മുസൽമാനാണോ ഹൈന്ദവനാണോ മതമുള്ളവനാണോ ഇല്ലാത്തവനാണോ തീരുമാനിക്കുക. 2ാം ഘട്ടമാണ്, അത് സെക്കൻഡാണ്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മദ്യം ഉപയോഗിക്കുന്ന ആൾ മനുഷ്യനെ അല്ല എന്നതാണ്. നമ്മുടെ പ്രദേശം തീർച്ചയായിട്ടും അത്തരം ഒരു ക്യാൻസറിന്